ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചു. സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ഒരു മധ്യസ്ഥ ശ്രമത്തിനൊന്നും നേരത്തെ ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് മോദി പറഞ്ഞിരുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇസ്രയേലിലേക്ക് പോയ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് നിലയിലാണ് ഇപ്പോൾ ഒരു ഇടപെടലിന് ശ്രമിക്കുന്നത്? എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ. ക്രിസ്റ്റീന, ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ഇസ്രായേൽ സന്ദർശിച്ച വിദേശ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഘട്ടത്തിൽ തന്നെ മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് അദ്ദേഹം തന്റെ അഭിപ്രായം അറിയിച്ചിരുന്നു. ആ ഒരു സന്ദർശനത്തിനിടെ തന്നെ അതിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സംസാരിച്ച ഘട്ടത്തിലും സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്ക പങ്കുവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അറിയിച്ചിട്ടുണ്ട്. ശത്രുത എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഫോണിൽ സംസാരിച്ച ഘട്ടത്തിലും ഇക്കാര്യം അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട്. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചത്. അദ്ദേഹം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും സംസാരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലും UAEയിലെ ആക്രമണങ്ങളെ അപലപിക്കുകയും ഒപ്പം തന്നെ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷയൊരുക്കിയതിൽ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ UAEക്ക് ഐക്യദാർഢ്യവും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ചേർന്ന ഈ ഉന്നതതല സുരക്ഷാ യോഗം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ ആണ് പങ്കെടുത്തത്. നിലവിലുള്ള സംഘർഷ സാഹചര്യം, മധ്യപൂർവേഷ്യയിൽ നിൽക്കുന്ന സംഘർഷ സാഹചര്യം അവലോകനം ചെയ്തു ആ യോഗത്തിൽ. ഈ മേഖലയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും വിലയിരുത്തിയത്. ഒപ്പം തന്നെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തുടർ പ്രതിഷേധങ്ങൾ അടക്കമുള്ള സാഹചര്യങ്ങളും ഈ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമായും ഈ ഇറാനെ പിന്തുണച്ച് പ്രതിഷേധമുണ്ടായ മേഖലകൾ, അത് ലക്നൌവും ശ്രീനഗർ, ഡൽഹി അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ ഒരു ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിലുള്ള കടുത്ത പ്രതിഷേധം ഉയർന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കേണ്ടതും അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ സാഹചര്യവും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ശ്രീനഗറിൽ ഈ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാൽ ചൗക്ക് അടച്ചിരിക്കുന്നു. തുടർ നടപടികളുടെ ഭാഗമായി ഡൽഹിയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഡൽഹി പോലീസിന് നൽകിയിട്ടുണ്ട്. ലക്നൌവിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തുടർ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശം പോലീസിന് ഉത്തർപ്രദേശിലും നൽകിയിട്ടുണ്ട്. സമാനമായി തന്നെ ഈ ഷിയ വിഭാഗമുള്ള എല്ലാ ഇടങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം, പ്രകോപനപരമായ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. വിദേശകാര്യ മന്ത്രാലയം, ഡോക്ടർ S ജയശങ്കർ ഈ മേഖലയിലുള്ള അംബാസഡർമാരുമായും തുടർച്ചയായി തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ അടക്കമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിലവിലെ പശ്ചാത്തലത്തിൽ ഏത് തരത്തിൽ വേണം സുരക്ഷയൊരുക്കാൻ, അല്ലെങ്കിൽ ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ നടപ്പിലാക്കാം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ അവലോകനം ചെയ്തിട്ടുണ്ട്. നിലവിലും ഈ വ്യോമയാന സർവീസുകൾ തടസ്സപ്പെട്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഡൽഹി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ യാത്രക്കാർ ഇന്നലെയും ഇന്നുമായി യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്ന യാത്രക്കാരെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. ക്രിസ്റ്റീന, ഗോകുൽ. തീർച്ചയായും. ഏതായാലും ഇന്ത്യ അടിയന്തരമായി ഗൾഫ് മേഖലയിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതാണ്ട് ഈ വരുന്ന ഡെവലപ്മെന്റ്സ് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ സംഘർഷവും യുദ്ധവും ഒക്കെ കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടു പോകുമെന്ന് തന്നെയാണ്. അത്ര പെട്ടെന്ന് 4 ദിവസം എന്ന ടൈം ലൈൻ, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ട്രംപിൻ്റെ തന്നെ പ്രതികരണത്തിൽ അത് 4 ആഴ്ചയെന്ന് വരുന്നു. അത്ര പെട്ടെന്ന് ഇത് റാപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘർഷമല്ല നിലവിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
വ്യാപാരത്തിലും സഞ്ചാരത്തിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ചിന്തിക്കാതെ വയ്യ. മുമ്പ് ഒരു വിലയിരുത്തലിൽ കണ്ടത് ചൈന ഇതിന്റെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. റഷ്യ ആണെങ്കിൽ അപലപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല. പക്ഷേ ഈ സംഘർഷം ഇങ്ങനെ നീണ്ടുപോയാൽ ചൈനയ്ക്കടക്കം അവരുടെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകും. കാരണം ചൈന കാര്യമായി തന്നെ ഈ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ്, എണ്ണ കൊണ്ടുപോകുന്ന രാജ്യമാണ്. ഇറാനിൽ നിന്ന് 90%, ചൈനയുടെ 90% ഇറക്കുമതി ഇറാനിൽ നിന്നാണ്. അപ്പോൾ ഈ സംഘർഷം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഈ ഹോർമൂസ് ഒരു പ്രധാനപ്പെട്ട വെപ്പണായി, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആയുധം ഇറാന്റെ കയ്യിലുള്ളത് ഹോർമൂസ് തന്നെയാണ്. അതെ, ഏത് രാജ്യങ്ങളെയാണെങ്കിലും സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണല്ലോ അവരെ പരാജയപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു ഘടകമായി കാണുന്നത്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ആ മട്ടിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ലോക വ്യാപാരത്തിന്റെ ഏകദേശം 27 മുതൽ 30% വരെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനും അതിൽ അവകാശമില്ലെങ്കിലും ഇറാൻ ഒരു മേൽക്കോയ്മ കാണിച്ചത് അടച്ചിടുമ്പോൾ LNGയുടെ ആ ഒരു വിതരണം തടസ്സപ്പെടും. മാത്രവുമല്ല, ആ വഴിയുള്ള ചരക്ക് നീക്കം മുഴുവൻ വലിയ കോസ്റ്റ്ലി ആകും, അതിന്റെ ചെലവ് കൂടുന്നു. ഒപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയം നിലവിലെ സാഹചര്യത്തിൽ വളരെ റിസ്കി ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം ഈ ചരക്ക് കപ്പലുകളുടെ കൂട്ടും. അതുകൊണ്ട് തന്നെ ചരക്ക് കപ്പലുകൾ ഇപ്പോൾ ഈ MNC ചെയ്തതുപോലെ തന്നെ അവരവരുടെ കരാറുകൾ റദ്ദാക്കാനും ലോക വ്യാപാരത്തിനൊരു തടസ്സമുണ്ടാകാനും കാരണമാകും. അത് ഇനി ഇന്ത്യയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ 1.2 ബില്യൺ 1.2 ബില്യൺ ബസ്മതി റൈസ് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യാം എന്ന് ഒരു ഡീൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ഡീൽ ഇപ്പോൾ നടക്കുകയില്ല. അത് ഇവിടെ ട്രാൻസിറ്റിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ $2 ബില്യൺ മൂല്യമുള്ള ഒരു വ്യാപാരത്തിന് അവിടെ തടസ്സം വരുന്നു. ഇറാനിലേക്കുള്ള തേയില കയറ്റുമതിയിൽ ഇന്ത്യക്ക് പ്രശ്നം വരുന്നു. ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, നിരവധി രാജ്യങ്ങളെ സാമ്പത്തികമായി അതൊന്ന് കുരുക്കിലാക്കുന്ന പ്രശ്നമാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ വരുന്നത്. മാത്രമല്ല, ഇതൊക്കെ വിപണികളെയും വലിയ തോതിൽ ബാധിക്കും. ഗൂഗിൾ നമുക്കിന്ന് ഇപ്പൊ പുലർന്നു വരുമ്പോഴാണ് ഓഹരി വിപണികളിൽ അല്ലെങ്കിൽ സ്വർണം വെള്ളി വിപണികളിലൊക്കെ എത്രമാത്രം എന്തായാലും സ്വർണത്തിന്റെ വില കാര്യമായി തന്നെ കൂടുന്ന ഉറപ്പാണ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ്ഡ് ഡേയിൽ പോലും വലിയ വ്യത്യാസം ഉണ്ടായി. അതെ, 3200 രൂപയാണ് ഒരു പവന് കൂടിയത്. ഇനി രാജ്യാന്തര തലത്തിൽ $6300 വരെ ഔൺസിന് കൂടും എന്നുള്ള ഒരു പ്രവചനം JP മോർഗൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓഹരി വിപണിയിൽ നിന്ന് 5.5 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് മാറിയത്. അത് പല ഘടകങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ സംഘർഷങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം, അതായത് വെനസ്വേലയിൽ ചെയ്തതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പരിഹാരമാകാം എന്ന ഒരു കണക്കുകൂട്ടലിൽ ട്രംപ് നടത്തിയ ആ ഒരു നീക്കം. പക്ഷെ അത്തരത്തിൽ, അതായത് ഇറാനിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്നൊക്കെ ഒരു വ്യാമോഹമായി പോയി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഇഷ്ടപ്പെടുന്ന ഒരു പാവ ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഈസിയല്ല. മറ്റൊന്ന്, ഇറാന്റെ കണക്കുകൂട്ടൽ അമേരിക്കയോടുള്ള ആ ഒരു അനിഷ്ടമെന്ന പൊതുവികാരം അറബ് രാജ്യങ്ങൾക്കുണ്ട്. ആ പൊതുവികാരം 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഉയർന്നു വരികയും അവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുകയും അങ്ങനെ അമേരിക്കയെയും ഇസ്രായേലിനെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നപരിഹാരം UN പോലെയുള്ള ഏജൻസികൾ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വമോ സ്വത്വമോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ലാതെ ക്രിയാത്മക അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടികളും UN പോലുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വരുന്നുമില്ല. റഷ്യയും ചൈനയും പുറത്തു നിൽക്കുകയാണ്. റഷ്യയും ചൈനയും ഗോകുൽ പറഞ്ഞതുപോലെ ഈ ഒരു യുദ്ധ കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഒക്കെ 1-2 രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങിയതാണ്. പിന്നീട് ഓരോ രാജ്യങ്ങളും എങ്ങനെ അതിന്റെ ഭാഗമായി അത് അത്രയും പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേലിന്റെ കാര്യത്തിലെടുത്താൽ പോലും ഒരു വശത്ത് പലസ്തീനിൽ ആക്രമണം നടത്തുന്നു, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഈ വെടിനിർത്തൽ കരാറൊക്കെ, ട്രംപ് പറഞ്ഞ വെടിനിർത്തൽ കരാറൊക്കെ വെറും പുകയാണ്. അവിടെ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇന്നലെയും അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. റിസർവിലുള്ള സൈനികരെ, ഇസ്രായേൽ 1 ലക്ഷം സൈനികരെ തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. അതിൽ 50,000 പേര് ഇപ്പോൾ തന്നെ തിരികെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ജെറുസലേമിലേക്ക്, ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം ഒടുവിൽ ഇറാൻ നടത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ അത് അയൺ ഡോമിനൊക്കെ മറികടക്കുന്ന തരത്തിലേക്ക് അത്ര ശക്തമായ മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മണിക്കൂറുകൾ GCC രാഷ്ട്രങ്ങളെ എയിം ചെയ്യുന്നില്ലെങ്കിൽ, അത്ര കാര്യമായ അവിടേക്ക് മിസൈലുകൾ പായുന്നില്ലെങ്കിൽ തിരിച്ച് പ്രധാന ശത്രുക്കളിലേക്ക് തന്നെ US ബേസുകളാണ് ലക്ഷ്യം എന്ന് ഇന്നലെ തന്നെ പറയിലേക്ക് ഞങ്ങൾ തിരിച്ചടിക്കും, അതിന് സകല ശേഷിയും പ്രയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിലേക്ക് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ ചെല്ലുന്നു എന്നത് നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ ജെറുസലേമിൽ നിന്നടക്കം 9 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഇസ്രായേലിലേക്ക് തന്നെ കൂടുതൽ ആക്രമണം നടത്തുന്നു. തിരിച്ച് ടെഹ്റാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം വരുന്നുണ്ട്. ഏതായാലും ഈ സംഘർഷം അതൊരു പക്ഷേ
അങ്ങനെ നീണ്ടുപോയേക്കാം എന്നൊരു സൂചന വരുന്നത്. അത് അങ്ങേയറ്റം ആശങ്കയുമാണ്. പെട്ടെന്ന് ഒരു വിനാശകരമായി എല്ലാം അടിച്ചു തീർത്ത് അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്കല്ല പോകുന്നത്, അങ്ങനെ തീരുന്നതുമല്ല. ഒരുപക്ഷെ വെനസ്വേലയിൽ പ്രതീക്ഷിച്ച പോലെയല്ല. വെള്ളി വീഴാത്ത പൊളിറ്റിക്കൽ വില്ലുണ്ട് ഇറാനിലെ ജനതയ്ക്ക്, അല്ലെങ്കിൽ ഇറാനിലെ ഇസ്ലാമിക് ഭരണ നേതൃത്വത്തിന്. അതുതന്നെയാണ് അവർ അവരുടെ എല്ലാ കൗൺസിലുകളും പ്രധാനപ്പെട്ട തലപ്പത്തുള്ള എല്ലാ തന്ത്രജ്ഞരെയും ഇല്ലാതാക്കുമ്പോൾ പോലും അവിടെ റീപ്ലേസ് ചെയ്യുകയും പുതിയ നേതൃത്വത്തിലെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക്, അതിൻ്റെ നടപടികളിലേക്കും പോകുന്നുണ്ട്. അവരുടെ ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധ വികാരത്തിന്, ഇസ്രായേൽ വിരുദ്ധ വികാരത്തിന് ഇടിവ് വരാത്ത വിധം കൊണ്ടുപോകാൻ ഇപ്പോഴും അവിടുത്തെ ഇസ്ലാമിക് നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. ഒപ്പം ഒരു പക്ഷേയെങ്കിൽ പോലും എത്ര ശക്തമായിരുന്ന ആഭ്യന്തര പ്രതിഷേധം ഡിസംബറിൽ അതിനെ എൻഗാഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലും അമേരിക്കയും, അത് നടന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒരു അപ്രൈസ് ഉണ്ടാവുന്നില്ല, ഒരു ആഭ്യന്തര പ്രതിഷേധം ഉണ്ടാവുന്നില്ല. ചില ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു എന്നതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഖമനയുടെ മരണത്തിൽ ചില ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പാട്ടുപാടിയുമൊക്കെ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആളുകളെ കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ 4 ദിവസം എന്നുള്ളത് 4 ആഴ്ചയിലേക്ക് നീണ്ടുപോകുന്നതിന്റെ മാത്രമല്ല ഗോകുലി, അത് ഇറാനിൽ മാത്രം ഒരു ട്രംപ് വിരുദ്ധ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ ഖമനയുടെ മരണത്തിലുള്ള ഒരു പ്രതിരോധം ഇതൊക്കെ നടക്കുന്നെന്ന് നമ്മൾ കരുതരുത്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ട്രംപ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായ പ്രക്ഷോഭങ്ങൾ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പടരുക കൺസോൾട്ടേഷൻ കൂടി സംഭവിക്കുന്നുണ്ട് വിവിധയിടങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.